ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം. ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അവർ ഇപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിലുണ്ടോ, അവർ രക്ഷപ്പെട്ടു എന്നതാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ തുടങ്ങാം. ശബ്ദം ക്ലിയർ ആണോ? സാമൂഹ്യ ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് ശരിക്കും മനസ്സിലായിട്ടില്ലാത്ത ആളുകൾക്ക് അതുകൂടി മനസ്സിലാവുന്ന ദിവസമായിരിക്കും ഇന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് ഒരു മതം മനുഷ്യൻ്റെ തലച്ചോറിനെ നശിപ്പിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇത്. ഒരെണ്ണമാണ്, ആ ഗണത്തിലുള്ള ഒരെണ്ണമാണ്. മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ, കെടുതികളെ, പട്ടിണികളെ, വിഷമങ്ങളെ, പ്രകൃതി ദുരന്തങ്ങളെ ഒക്കെ എങ്ങനെയാണ് തങ്ങളുടെ മതപ്രബോധനത്തിനും മതപരിവർത്തനത്തിനുമുള്ള ഉപാധിയായിട്ട് അതിൽ ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഭയം ജനിപ്പിക്കാൻ വേണ്ടി, ഭയം നിറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് 1, 2, 3 അല്ലാത്തത് കൊണ്ടും ഇത്തരം നിരവധി ആളുകൾ കഴിഞ്ഞ ഒരു 15 ദിവസത്തിനകത്ത് പറഞ്ഞുകൂട്ടിയ മനുഷ്യത്വ വിരുദ്ധമായ, യാതൊരു തരത്തിലുള്ള സാമാന്യ ബോധവുമില്ലാത്ത, സാമൂഹ്യ ബോധമില്ലാത്ത കേവലമായ മതചിന്ത, അതും ദ്രവിച്ച് അഴുകിയ മതചിന്ത പള്ളിയുടെ മിമ്പറുകളിലും മതസംഘടനകളുടെ പരിപാടികളിലും കുടുംബയോഗങ്ങളിലും കുടുംബങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിച്ചിട്ടുള്ള അത്തരം ദ്രവിച്ച ചിന്തകളെ, മാനവിക വിരുദ്ധമായ വർഗീയ ചിന്തകളെ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് കീഴ്പ്പെടാത്ത മനുഷ്യർ അവരനുഭവിക്കേണ്ടി വരുന്നത് ഇതുപോലെയുള്ള ദുരിതങ്ങളായിരിക്കും എന്ന് പറയാൻ ശ്രമിക്കുന്നതിലൂടെ അവരുടെ മതം അവരെ പഠിപ്പിച്ച സാമൂഹ്യ ധാർമ്മിക ബോധ്യങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നതുകൊണ്ട് അത്തരം ദുരന്തങ്ങളെ മുഴുവൻ നമ്മൾ ഒന്നൊന്നായിട്ട് തുറന്നു കാണിക്കേണ്ട ഒരു ഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ടാണ് ദഅവാ ദുരന്തങ്ങൾ എന്ന് പറയുക. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളെ മതം സ്വീകരിച്ചാൽ മതി, ഞങ്ങളെ മതത്തേക്ക് നിങ്ങൾ വന്നോളി, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോളി, നിങ്ങൾ ഇസ്ലാമിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ശരിക്കും ഞങ്ങൾ വഹാബികൾ പറയണ പോലെ നടന്നോളി, ഇല്ലെങ്കിൽ നിങ്ങളെ മേലിൽ ദുരന്തം പെയ്തിറങ്ങുമെന്ന് ദുരന്തഭൂമിയിൽ മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യരെ കുറിച്ച് അവരുടെ മതത്തെ അംഗീകരിക്കാത്തതിൻ്റെയോ ആ മതത്തിന് സമ്പൂർണ്ണമായി മതനിയമങ്ങൾക്ക് കീഴൊതുങ്ങാത്തതിൻ്റെയോ പേരിൽ അവരുടെ അള്ളാഹു അവർക്ക് ഇറക്കിക്കൊടുക്കുന്ന ശിക്ഷയാണ്, പരീക്ഷണമാണ് എന്ന് വിളിച്ചു പറയുകയും ദുരന്തത്തിൽ മരിച്ചവരിൽ നിന്ന് ബാക്കിയായ മനുഷ്യർക്ക്, ദുരിതം പേറി ജീവിക്കുന്ന മനുഷ്യരെ ഭയപ്പെടുത്തുകയും അത് കാണിച്ചുകൊണ്ട് ചുറ്റുമുള്ള മതസമൂഹത്തിലുള്ള മനുഷ്യരോട് നിങ്ങൾ യഥാർത്ഥ ഇസ്ലാം ആയിക്കോളിയും എന്ന് പറയാൻ ശ്രമിക്കുകയും അതിനോടൊപ്പം ഏറ്റവും അപകടകരമായ രീതിയിൽ ഇസ്ലാം സ്വീകരിക്കാത്ത മനുഷ്യർക്ക്, ഇസ്ലാമിനെ മതമായി അംഗീകരിക്കാത്ത മനുഷ്യർക്ക് അവർക്ക് വരാനിരിക്കുന്ന ഭയാനകമായ ശിക്ഷയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിട്ട് ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ദഅവാ ദുരന്തങ്ങളെ തുറന്നു കാണിക്കുന്ന പരമ്പരയിൽ ആദ്യത്തെ അതിഥി വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുജാഹിദ് ബാലുശ്ശേരിയെയൊക്കെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരാമർശങ്ങൾക്ക് പ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലെജസി
കേരളം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ച് തുടങ്ങുമ്പോൾ ആദ്യം ഈ വ്യക്തിയെ തന്നെ എടുക്കണം എന്ന് തീരുമാനിക്കുന്നതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. അതുവഴിയെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങട്ടെ. നിരീശ്വരവാദികളായ ആളുകൾ പടച്ചോൻ തന്നെ ഇല്ല, എന്താ പടച്ചോൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഇതിലൊരു 5 പൈസ ഒരു സംഭാവന കൊടുക്കാൻ അവർ ഇരുന്ന് പരിഹസിക്കുകയാണ്. കുറെ ആളുകൾ കാരുണ്യ പ്രവർത്തനം നടത്തുന്നു, എന്താണ് ഇതുകൊണ്ടൊക്കെ കാര്യം എന്നൊക്കെ പറഞ്ഞ് അവർക്ക്. അതെ, ഇതുപോലെ പച്ചയ്ക്ക് നുണ പറയുന്ന ഒരു വ്യക്തി ഇസ്ലാം മത പ്രബോധനം നടത്തുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ ആദ്യത്തിൽ കേൾപ്പിച്ചതാണ്. ഇവരുടെ ഒരു മൈൻഡ് സെറ്റ്, ഇവരെങ്ങനെയാണ് സമൂഹത്തിൽ ഇവരുടെ ഈ മത ബിസിനസ്, ചിലരൊക്കെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന മത ബിസിനസ്സുകളുണ്ട്. അത്തരം ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടി ഇവരുടെ സാമാന്യമായിട്ട് ഇവരുടെ മതത്തിൻ്റെ കയ്യിൽ ആകെയുള്ള ഈ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏക മാർക്കറ്റിംഗ് ടൂളായിട്ടുള്ള ഭയം ഇറക്കുമ്പോൾ ആ ഭയത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന യുക്തിവാദികളായിട്ടുള്ള ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ പറയുന്നത് അവർക്ക് എങ്ങനെയാണ് അവരെ വെറുതെ ഒരു ഉപയോഗം ചെയ്യാതെ ആർക്കും 10 പൈസയുടെ ഉപകാരം ചെയ്യാത്ത അവരൊന്നും എന്തിനാണ് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത്, എന്തിനാണ് ആളുകളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് യുക്തിവാദികൾ എന്ന പെരുംനുണ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം തുടങ്ങുന്നത്. ഇദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞതല്ല, ഇദ്ദേഹം ഇടയ്ക്ക് വെച്ച് പറഞ്ഞതാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം മനസ്സിലാക്കി തരാൻ വേണ്ടി തുടക്കത്തിൽ ഞാനത് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഏറ്റവും അപകടം പിടിച്ച, ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അത് ദൈവത്തിന്, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് ആൾക്കാർ പറയുന്നതാണ് പോലും. അതുകൂടി ഒന്ന് കേട്ടോളി. ലോകത്തെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണ് സഹോദരങ്ങളെ, ഈ ലോകത്തിനൊരു സൃഷ്ടാവ് തന്നെ ഇല്ല എന്ന ഏറ്റവും വലിയ യുക്തിരഹിത വാദത്തിലേക്ക് യുവാക്കളിൽ ചിലരെങ്കിലും ആകർഷിക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് റബ്ബിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തമമായ സന്ദർഭമാണിത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, അപ്പൊ ആരെങ്കിലുമൊക്കെ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന ചിന്തയിലേക്കൊക്കെ യുവത്വം ആരെങ്കിലുമൊക്കെ വഴിമാറി പോകുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ, ബോധ്യപ്പെടുത്താനുള്ള ഉത്തമമായ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. എന്ത്? ഈ ദുരന്തം, വയനാട്ടിൽ സംഭവിച്ച ഈ ദുരന്തം. ആലോചിച്ച് നോക്കണം ഇവരുടെ മൈൻഡ് സെറ്റ്. എന്നിട്ട് ഇവർ കുത്തിയിരുന്നിട്ട് എന്താ പറയുന്നത്? ഇവരെന്നിട്ട് എല്ലാ ദിവസവും സ്റ്റേജ് കെട്ടിയിട്ടും യൂട്യൂബ് ചാനൽ കയറിയിരുന്നിട്ടും പോഡ്കാസ്റ്റ് നടത്തിയിട്ടും ഇവർ പറയുന്നത് ഇവിടെയുള്ള നിരീശ്വരവാദികളൊക്കെ നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിച്ച് ദൈവത്തെ പരിഹസിക്കാനാണ് ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന്. നമ്മൾ ആ വിഷയത്തിലൊക്കെയുള്ള നിലപാട് പറഞ്ഞു കഴിഞ്ഞതാണ്. ആരാണ് ഇതിനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അവർ തന്നെ പറഞ്ഞതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇനിയാണ് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതിന് 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണുള്ളത്. ഒന്ന്, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്തത്തിൽ മരണപ്പെട്ടവരോ ദുരന്തത്തിന് അടിപ്പെട്ടു പോയവരോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇരകരാക്കപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത്തത്, അതിൽ അകപ്പെട്ടു പോകാതെ പരിക്കുകളോടെ രക്ഷപ്പെടുകയോ മാറി നിന്ന് ഇതിനെ കാണുകയോ ചെയ്യുന്ന ആളുകൾ. ഈ 2 തരം മനുഷ്യരോടുള്ള ഈ ദുരന്തമുഖത്തെ മുൻനിർത്തിയിട്ടുള്ള ഇവരുടെ ചില പ്രബോധന പ്രവർത്തനമാണ്. അതായത് ഇസ്ലാഹിയത്തും ദഅവത്തും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇസ്ലാഹിയത്തും ദഅവത്തും എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാം. ഇസ്ലാഹിയത്ത് എന്ന് പറഞ്ഞാൽ മതസമൂഹത്തിനകത്തുള്ളവർക്ക് അവരുടെ ഇസ്ലാം അല്ലെങ്കിൽ ഈമാൻ, അവരുടെ വിശ്വാസം, അവരുടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഈ വഹാബികൾ കൊണ്ട് നടക്കുന്ന ഒരു നാറിയ തൗഹീദ് ഉണ്ട്. ആ തൗഹീദ് കൃത്യമായി അതിന് കീഴ്പ്പെടുകയും ആ തൗഹീദ് അംഗീകരിക്കുകയും ചെയ്യുക എന്നതുവരേക്ക് ആ വിശ്വാസികളുടെ ഇടയിൽ നടത്തുന്ന പ്രവർത്തനത്തിനെയാണ് ഇസ്ലാഹിയത്ത് എന്ന് പറയാം. ഇവരിൽ പല ആളുകളും ഇസ്ലാഹി പ്രവർത്തകരായിട്ടാണ് അറിയപ്പെടുക. തുടക്കകാലത്ത് ഇസ്ലാഹിയത്ത്, അതിൻ്റെ 2ാം ഘട്ടമായിട്ടുള്ള ദഅവത്ത്, അതും കഴിഞ്ഞിട്ടുള്ളതാണ് ജിഹാദ്. അതിലേക്കൊക്കെ നമ്മൾ പിന്നെ വിശദമായിട്ട് ഈ വഹാബിസത്തിൻ്റെ കലാപരിപാടികളൊക്കെ തുറന്ന് കാണിക്കുന്ന ചില പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അപ്പം അതിലേക്കൊക്കെ വരാം. അപ്പം ആ അർത്ഥത്തിൽ ഇസ്ലാഹിയത്ത് എന്ന് പറയുന്ന മതത്തിനകത്തുള്ള ആളുകളെ ഈ വഹാബികൾ പറയുന്ന വഹാബി തൗഹീദ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പണ്ട് വാളുകൊണ്ട് നടപ്പിലാക്കിയ തൗഹീദ്,
വാളുകൊണ്ട് മുസ്ലിങ്ങളായ വിശ്വാസികളായ മനുഷ്യരെ പോലും കൊന്നു തള്ളിക്കൊണ്ട് സ്ഥാപിച്ചെടുത്ത തൗഹീദ്, ആ തൗഹീദ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള, ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യർക്കിടയിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിനകത്ത് നടത്തുന്ന പ്രവർത്തനമാണ് ഇസ്ലാഹി പ്രവർത്തനം. അപ്പോൾ അങ്ങനെ ഇസ്ലാഹിയത്തിൻ്റെ ഒരു ഭാഗം, നിലവിൽ രക്ഷപ്പെട്ടു പോകുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ഇത് കണ്ടു നിൽക്കുന്നവരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവരുമായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, മുസ്ലിങ്ങളായിട്ടില്ലാത്ത, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ഇതര മതവിഭാഗങ്ങളോ മതവിശ്വാസങ്ങളോ വെച്ച് പുലർത്തുന്നവരോ വിശ്വാസമില്ലാതെ നടക്കുന്നവരോ ആയ, എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ദൈവത്തെ അംഗീകരിക്കാത്ത ആളുകളോട്ടുള്ള ദഅവത്ത്, ഈ രണ്ട് കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഈ ദുരന്തത്തെ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സ്വാഭാവികമായിട്ടും ഇസ്ലാഹിയത്താണ്, ആദ്യം മതത്തിനകത്തുള്ള സംസ്കരണമാണ്. എങ്ങനെയാണ് ഈ ദുരന്തത്തെ ഇവർ വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അവതരിപ്പിക്കുന്നതെന്ന്. മരണപ്പെട്ടു പോയവരിലും ഇതുപോലെ രണ്ട് വിഭാഗം ആളുകളാണുള്ളത്. ഒന്ന്, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ അംഗീകരിച്ച്, ഇസ്ലാമിനെ മതമായി സ്വീകരിച്ച്, ഈമാൻ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഇസ്ലാം കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച ആളുകൾ മരണപ്പെട്ടവരിൽ. അവരും അതല്ലാതെ മരണപ്പെട്ടു പോയ, ഈ ദുരിതത്തിൽ പെട്ടുപോയ മനുഷ്യരെക്കുറിച്ചുള്ള ഒരു വർത്തമാനം ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾ അതിനിടയിൽ കേൾക്കും. നോക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആസ്തിക്യം, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കഴിവ്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമങ്ങൾ, അവന്റെ കലാമായ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും എന്തു പഠിപ്പിച്ചുവോ അത് നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന സന്ദർഭത്തിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ച അർദ്ധരാത്രിയിൽ 2 മണിയോടുകൂടി വയനാട്ടിലെ 2 പ്രദേശങ്ങൾ മുച്ചൂടം ഇല്ലാതായിപ്പോയ അനുഭവം 30-ൽ പരം കിലോമീറ്ററുകൾ ഒഴുകിയിട്ടാണ് മയ്യത്തുകൾ മറ്റൊരു ജില്ലയിൽ പുഴയിൽ നിന്ന് ചാലിയാറിലേക്ക് എത്തിപ്പെടുന്നത്. ഇതിൽ ഈ ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അത് എത്രമാത്രം എന്താ പറയുക, കേൾക്കുന്ന ആളുകൾക്ക് അസഹനീയമായ രീതിയിൽ പറയാൻ കഴിയുമോ അത്രയും അസഹനീയമായ രീതിയിൽ വർണ്ണിക്കാൻ, മനസ്സാക്ഷി ഏതുമില്ലാതെ വർണ്ണിക്കാൻ ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കാരണം അത് ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. കേൾക്കുന്നവൻക്ക് ഒരു എന്താ പറയുക, വല്ലാത്തൊരു മനസ്സിന് അസ്വസ്ഥതയും ഭയവും ഉണ്ടാവുക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം. കാരണം ഇസ്ലാഹിയത്തിനും ദഅവത്തിനും ഇസ്ലാമിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ വഹാബികളുടെ കയ്യിൽ ആകെയുള്ള ടൂള് ഭയമാണ്, അതും മരണത്തെക്കുറിച്ചുള്ള ഭയം. അപ്പൊ ഈ നടന്ന അപകടം അല്ലെങ്കിൽ ഈ ദുരന്തം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഇന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട്, ഒരു ദൃഷ്ടാന്തമായിട്ട് ഇതിനെ കാണണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഒരു കാര്യം ശിക്ഷയാണോ അള്ളാഹുവിൻ്റെ ശിക്ഷയാകുന്നു എന്ന് പറയാൻ നമുക്ക് പാടില്ല. കാരണം അങ്ങനെ പറയണമെങ്കിൽ പ്രവാചകന്മാർക്ക് വഹി കിട്ടണം. പ്രവാചകന്മാരില്ല എന്നതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാകുന്നു എന്നങ്ങ് ഉറപ്പിച്ചു പറയാൻ നമുക്ക് പാടില്ല. ശിക്ഷയാകാം, പരീക്ഷണമാകാം, അള്ളാഹു ആലം. അവിടെ നമുക്കുള്ള വലിയ പാഠങ്ങളുണ്ട്. അപ്പൊ ഇതാ പരീക്ഷണമാണോ ശിക്ഷയാണോ, ഈ രണ്ട് കാര്യത്തിലെ സംശയമുള്ളൂ. പ്രകൃതി ദുരന്തം എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ പരിഗണിക്കാൻ പറ്റില്ല. എല്ലാത്തിൻ്റെ പിന്നിലും പടച്ചവന്റെ കറുത്ത കൈകളുണ്ട്. ഈ പടച്ചവന്റെ കറുത്ത കൈ എന്ന് പറഞ്ഞിട്ട് ദൈവം നിന്ന ആരോപിച്ചിട്ട് കേസ് കൊടുക്കാനൊന്നും പോണ്ട. പടച്ചവന്റെ കറുത്ത കൈകൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആകെ 2 സംശയങ്ങളേ ഉള്ളൂ. ഇത് അള്ളാഹു ഇറക്കി കൊടുത്ത ശിക്ഷയാണോ പരീക്ഷണമാണോ? അത് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലാവും. ചില സമയത്ത് ശിക്ഷ മാത്രമായിട്ട് വരും, ചില സമയത്ത് പരീക്ഷണമായിട്ട് വരും. ഇവിടെ സ്വാഭാവികമായിട്ടും ശിക്ഷയും പരീക്ഷണവും ഒരുമിച്ച് വന്നിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ ഇദ്ദേഹം പറയാതെ പറഞ്ഞു പോകുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം പരീക്ഷണം സ്വാഭാവികമായിട്ടുണ്ടാവുന്നത് വിശ്വസിച്ച ആളുകൾക്കാണ് പരീക്ഷണം ഉണ്ടാവുക. വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവർക്കും നിഷേധികൾക്കും ശിക്ഷയാണ് ഇറങ്ങുക. അവർക്ക് അദാബ് ഇറങ്ങും, അവർക്ക് ശിക്ഷ ഇറങ്ങും. പരീക്ഷണം സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുന്നത് വിശ്വസിച്ചവർക്കാണ്. അത് അവരുടെ ഈമാൻ ശരിക്കും ഉണ്ടോ, അവർക്ക് ശരിക്കും കൽബിൽ വിശ്വാസമുണ്ടോ, അതോ വെറുതെ പുറത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു വിശ്വാസികളുടെ മുകളിൽ പരീക്ഷണങ്ങൾ ഇറക്കുന്നത്. അതേസമയത്ത് അവിശ്വാസികളെ സംബന്ധിച്ച് അവരെ പരീക്ഷിക്കുകയല്ല പടച്ചോൻ ചെയ്യുക, അവരെ ശിക്ഷിക്കുകയാണ്. അവരെ ഏതൊക്കെ വിധത്തിൽ അള്ളാഹു ശിക്ഷിക്കുമെന്ന് മുഹമ്മദ് നബി
ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം ഇന്ന് വിശദീകരിച്ചു തരും. അപ്പം അതിൽ നിന്ന് നമുക്ക് ഇവിടെ ഇറങ്ങിയത് എന്തായിരിക്കും എന്ന കാര്യത്തിൽ നിങ്ങളൊരു നിഗമനത്തിലെത്തുക. ഇവിടെ 3 തരം ആളുകളാണുള്ളത്. 1, അവിടെ മരണപ്പെട്ടു പോയവർ. 2, മരണപ്പെടാതെ പരിക്കുപറ്റിയും ഒറ്റപ്പെട്ടും ക്യാമ്പുകളിൽ കഴിയുന്നവർ. 3-മത്തത് നമ്മളെപ്പോലെയുള്ള ഇത് കാണുകയും അറിയുകയും ചെയ്യുന്ന ആളുകൾ. എല്ലാവർക്കും ഇതിൽ പാഠമുണ്ട്. അപ്പം എല്ലാവർക്കും പാടുണ്ട്. മരിച്ചുപോയവർക്ക് പാടുണ്ട്, മരിച്ചവർക്ക് ഇനി പാടൊന്നുമില്ല. രക്ഷപ്പെട്ടു വന്നവർ, പുറത്തു നിന്ന് നോക്കുന്നവർ, ദുരന്തത്തിനകപ്പെട്ട് മരിച്ചവർക്ക് പാഠമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതെന്താണെന്നറിയില്ല. മരണപ്പെടാതെ രക്ഷപ്പെട്ട് പരിക്കുകളോടെ ആണെങ്കിലും രക്ഷപ്പെട്ട് അതിജീവിക്കുന്നവരും പുറത്തുനിന്ന് ഇതിനെ നോക്കിക്കാണുന്നവരുമായിട്ടുള്ള ആളുകൾക്കാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പാഠമുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതിൽ വലിയ പാഠങ്ങളുണ്ട്. നോക്കൂ, വൈകുന്നേരത്തെ ദിക്റുകളിൽ നമുക്ക് കാണാം സത്യവിശ്വാസികൾ ഇന്നലെ വൈകുന്നേരം, കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ വൈകുന്നേരങ്ങളിലും, ഇന്ന് ഈ വെള്ളിയാഴ്ച വൈകുന്നേരവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വഅഊദു ബിക, പടച്ചവനെ ഞാൻ നിന്നോട് അഭയം തേടുന്നു, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ശർരി ഫീ ഹാദിഹിൽ ലൈലത്തി, ഈ വരാനിരിക്കുന്ന, ഞാൻ പ്രവേശിക്കാനിരിക്കുന്ന രാത്രിയിലെ ഷർറിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു, വശർരി മാ ബഅദഹ, അതിനുശേഷമുള്ള ഷർറിൽ നിന്നും. ആ ദുരന്തത്തിന് വിധേയരായവരിൽ എത്ര ആളുകൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ഇത്രയും പ്രായമുള്ള ഒരാളോട് മോശമായ വാക്കുകൾ ഉപയോഗിക്കാൻ തോന്നുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇതിനോട് ഞാൻ പ്രതികരിക്കാത്തത്. ഇത് ഇസ്ലാഹിയത്തിന്റെ കാര്യമാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകളോട് ചോദിക്കുകയാണ് അദ്ദേഹം. വിശ്വാസികളെ സംബന്ധിച്ച് അവർ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന രാത്രിയിൽ, അതായത് വൈകുന്നേരങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഇന്ന് കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന രാത്രിയിൽ ഉണ്ടാകാൻ പോകുന്ന ഷെറുകളിൽ നിന്ന് ഞാൻ നിന്നെ കാവലിനെ ചോദിക്കുന്നു. ആരാ ഷെറ് ഉണ്ടാക്കുന്ന ആള്? രാത്രി കുത്തിയിരുന്ന് ഷെറ് ഉണ്ടാക്കുന്ന ആളാരാ? ഷെറ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കെടുതികൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ പ്രയാസങ്ങൾ അതുണ്ടാക്കി കൊടുക്കുന്ന ആളാരാ? അള്ളാഹ്. എന്നിട്ട് അള്ളാഹിനോട് എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എൻ്റെ ഷെറ് ഇന്ന് രാത്രി ഉണ്ട്, അതിന് ഇജ്ജിനെ രക്ഷിക്കണം കേട്ടോ എന്ന്. അപ്പൊ അള്ളാഹ് പ്രാർത്ഥന സ്വീകരിച്ചാൽ അയാളെ ഷെറിൽ നിന്ന് നീക്കും. ഇതാണ് കലാപരിപാടി. അപ്പൊ ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഒരു വിശ്വാസി അദ്ദേഹം ആ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇദ്ദേഹം പറയുന്ന നെറികേട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മരണപ്പെട്ടു പോയ മനുഷ്യരെ അപമാനിക്കുന്ന പരിപാടിയല്ലേ ചെയ്യുന്നത്. രാത്രി ഈ അപകടത്തിൽ മരണപ്പെട്ടു പോയവരിൽ എത്ര പേർ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടാകും എന്ന് ചോദിക്കാനുള്ള ഉളുപ്പില്ലായ്മ, മനുഷ്യത്വമില്ലായ്മ സാധാരണ ഒരു ഇസ്ലാം ഷഹാദത്ത് കലിമ ചൊല്ലിയ മുസ്ലിമിന് ഉണ്ടാവില്ല. അതുണ്ടാവണമെങ്കിൽ അയാളിൽ വഹാബിയത്തിന്റെ മലീമസമായ തൗഹീദ് കയറിയിട്ടുണ്ടാവും. അതായത് ഒരു തരം നാറിയ തൗഹീദ്, മറ്റു മനുഷ്യരെയൊക്കെ എത്ര അപമാനിച്ചാലും മതി വരാത്ത ഒരു നാറിയ തൗഹീദ്. ആ തൗഹീദ് തലയിൽ കയറി ജീർണിച്ച ഒരാൾക്കല്ലാതെ മരണപ്പെട്ടു പോയവർ മരണപ്പെടുമ്പോൾ അവർ ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ടായിരുന്നോ എന്ന് എത്ര പേർക്ക് അറിയാം എന്ന്. ഈ ദിക്ർ ചൊല്ലണമെങ്കിൽ അവർ മുസ്ലിങ്ങളായിരിക്കുമല്ലോ. മുസ്ലിങ്ങളിൽ തന്നെ ചൊല്ലിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് അദാബ് ഇറങ്ങിയത് പോലും. ആ ദുരന്തം കേട്ട നമ്മിൽ ഓരോരുത്തരും എത്ര പേർ ഇന്നലെ വൈകുന്നേരം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്? തീരുമാനിക്കൂ. വൈകുന്നേരത്തെ ദിക്റുകൾ എനിക്കൊന്ന് പഠിക്കണം, രാവിലത്തെ ദിക്റുകൾ എനിക്കൊന്ന് പഠിക്കണം. ഫോണിൽ പോയി പ്ലേ സ്റ്റോറിൽ പോയി ജമീൽ ആപ്പ് എന്നടിച്ചു കൊടുത്താൽ ആവശ്യമായ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് കിട്ടും. ഫോൺ നോക്കി നമുക്ക് ബസ്സിലിരുന്നും ഓഫീസിലിരുന്നും വീട്ടിലിരുന്നും അത് ചെല്ലാവുന്നതേയുള്ളൂ. ശ്രദ്ധിക്കണം, ഈ ജമീൽ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ വിസ്ഡം ഗ്രൂപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇദ്ദേഹം വിസ്ഡം ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷകരിൽ ഒരാളാണ്, ദാഴികളിൽ ഒരാളാണ്. പണ്ട് മുതലേ ഇപ്പൊ ചില യുവദാഴികൾ, നവദാഴികൾ പിന്നെ നെഞ്ചത്തടിച്ചും നിലവിളിച്ചും ഇസ്ലാമിന് വേണ്ടി ഘോരം പ്രവർത്തിക്കുന്നത് പോലെ ചങ്കുപൊട്ടുമാർ ഉച്ചത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനങ്ങൾക്ക് ചെയ്യുകയും ആളെ കൂട്ടാൻ വേണ്ടി പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന വലിയ ദാഴിയാണ് അദ്ദേഹം. ഒരു മുസ്ലിം പള്ളിയിൽ നടത്തിയിട്ടുള്ള പ്രസംഗമാണിത്. ഇസ്ലാഹി സെന്ററിൽ കണ്ണൂരിലെ മുജാഹിദ് സംഘത്തിന്റെ ഒരു പള്ളിയോ അല്ലെങ്കിൽ അതുമായി അനുബന്ധമായി നടക്കുന്ന ഒരു പ്രാർത്ഥനയിലോ ആണ്, പ്രസംഗത്തിലോ ആണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഈ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ ഇതൊന്നും പ്രാർത്ഥിച്ചിട്ടില്ലേ? മരിച്ചവർ എത്ര പേര് പ്രാർത്ഥിച്ചു എന്ന് ആർക്കറിയാം?
ഇനി ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ ദുരന്തം മുന്നിൽ കാണുമ്പോഴെങ്കിലും രാത്രി കിടന്നുറങ്ങുമ്പോൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിലോ പകലോ എപ്പോൾ വേണമെങ്കിലും വാങ്ങാം. ചെറിയ കുപ്പി 10 രൂപ, വലിയ കുപ്പി 20 രൂപ. വാങ്ങുമ്പോൾ നിങ്ങൾ ആ വലിയ കുപ്പി വാങ്ങിക്കോളൂ, അതാണ് നിങ്ങൾക്ക് ലാഭം എന്ന പാൽക്കായ കച്ചവടക്കാരൻ്റെ യുക്തി. നൂറുകണക്കിന് മനുഷ്യർ മരണപ്പെട്ട് മണ്ണിനടിയിൽ കിടക്കുന്നതിനിടയിൽ അതിൻ്റെ കണ്ണീരുണങ്ങുന്നതിന് മുൻപ് ആ ദുരന്തത്തെ മുൻനിർത്തി ഇവരുടെ ആപ്പ് കച്ചവടം. അടുത്ത രാത്രിക്കുള്ള പുലർച്ചയ്ക്കുള്ള പ്രാർത്ഥന. വൈകുന്നേരത്ത് മറ്റൊരു ദിക്റിൽ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവേ എന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തുകൂടിയും ഇടതുഭാഗത്തുകൂടിയും മുകളിലൂടെയും എന്നിലേക്ക് വരുന്ന അപകടങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കേണമേ. തീർന്നില്ല, താഴ്ഭാഗത്തിലൂടെ ആഴ്ത്തപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തൊടുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. അവർ ആഴ്ത്തപ്പെട്ടു പോയി. മുകളിലുള്ള വീട്ടിലുള്ളവർ താഴേക്ക് ഭൂമിയിൽ ആഴ്ന്നു പോയി. വെള്ളത്തിലൂടെ അവർ എത്തി. ആ അവസ്ഥയിൽ നിന്ന് റബ്ബേ നീ എന്നെ കാക്കേണമേ എന്ന് ഇത്തരം അപകടങ്ങളെ നിശ്ചയിച്ച റബ്ബ് തന്നെ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടിമകളോട് ഉടമയോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീരുമാനിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കണോ വേണ്ടത്. നോക്കൂ കൂട്ടരെ, മുഹമ്മദ് നബി പ്രാർത്ഥിച്ചതായിട്ട് തുർമുദിയിലും സഹീഹ് മുസ്ലിമിലൊക്കെ ഉദ്ധരിച്ച ചില ഹദീസുകളുടെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനകൾ. മുഹമ്മദ് നബി രാത്രി പ്രാർത്ഥിച്ചത്, മുഹമ്മദ് രാത്രി ആകാശത്തുനിന്നോ അല്ലെങ്കിൽ ആകാശത്തുനിന്നല്ല മുകളിൽ നിന്നോ താഴെന്നോ സൈഡിൽ നിന്നോ അടിയിന്നോ വരാനിരിക്കുന്ന അദാബുകളെ കുറിച്ച് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു പടച്ചോനെ എന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രി ഏതെങ്കിലുമൊക്കെ രാജ്യത്തെ ആക്രമിക്കാൻ പോവുകയോ ഏതെങ്കിലും ഒരു ഗോത്രത്തെ കൊള്ളയടിക്കാൻ പോവുകയോ ചെയ്യുമ്പോൾ, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മരുഭൂയാത്രയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ടെന്റ് കെട്ടി താമസിക്കുമ്പോൾ ഇന്നലെ വരെ ആക്രമിച്ച് അവരുടെ അക്രമത്തിനിരയായ ആരെങ്കിലും ആക്രമിക്കാൻ വരുമോ എന്ന പേടി കൊണ്ടുള്ള പ്രാർത്ഥനയായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നത്. ഈ ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇനി ഇദ്ദേഹം കുറച്ച് ഖുർആൻ വചനങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് പരിശോധിക്കാം. അപ്പൊ രാത്രി അക്രമത്തിനും കൊള്ളയ്ക്കും കൊലക്കും വേണ്ടി ഇറങ്ങി നടന്നിരുന്ന ഗോത്രത്തലവൻ അദ്ദേഹത്തിന്റെ ജീവഭയം കൊണ്ട്, സ്വാഭാവികമായിട്ട് ജീവഭയം ഉണ്ടാവുമല്ലോ, ആ ജീവഭയം കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളെയൊക്കെ ഈ ദുരന്തം സംഭവിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനകളായിട്ട് പഠിപ്പിക്കുകയും അത് ആപ്പിൽ കുത്തി തിരികെ വെച്ച് ആ ആപ്പ് ആളുകളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുകയും ഒരു ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയിരുന്നവർ ഒരുപക്ഷെ ഈ പ്രാർത്ഥന ചൊല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയാൻ ഉളുപ്പില്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഉറപ്പിച്ചു പറയുന്ന ഒരു വഹാബിനെയും കൊണ്ടേ പറ്റൂ. ഇദ്ദേഹം എവിടെ പോയിരിക്കുകയായിരുന്നു എന്നാണ്. മുജാഹിദ് ബാലുശ്ശേരി എന്നും ഇദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് മുമ്പിൽ ഒന്നുമല്ലാതായി പോകുന്ന പല പ്രസംഗങ്ങളും ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കേട്ടു. ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിന്റെ ഒട്ടനവധി പഴയ പ്രഭാഷണങ്ങൾ കേട്ടു. പുറമേക്ക് വലിയ ജനാധിപത്യവും മതനിരപേക്ഷതയൊക്കെ പറയാൻ ശ്രമിക്കുകയും അകമേക്ക് ചീഞ്ഞു നാറുന്ന വഹാബി തൗഹീദിന്റെ ഇസ്ലാമികേതര മനുഷ്യരോടുള്ള അവജ്ഞയും വെറുപ്പും കാത്തു സൂക്ഷിക്കുന്ന തികഞ്ഞ വഹാബിയത്തിന്റെ ആദർശം പേറുകയും ചെയ്യുന്നയാളാണ് ഇദ്ദേഹം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് എനിക്കല്ലല്ലോ, ഞാനൊക്കെ വീടിലെ ചുറ്റുഭാഗത്തും വലിയ പുഴയും മറ്റൊന്നുമില്ല, ഇവിടൊന്നും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് ചിലരെങ്കിലും ധരിക്കുന്നത്. എങ്കിലും അതിലും യാതൊരു അർത്ഥവുമില്ല. കാരണം ഭൂമി കുലുക്കം എന്ന് പറയുന്നത് ചില സന്ദർഭത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. അതിനേതെങ്കിലും പ്രത്യേകമായ പ്രദേശമുണ്ടോ? എത്ര ഭൂമി കുലുക്കങ്ങൾ ഈ രാജ്യത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ചോദിക്കുന്നു, നിങ്ങൾ നിർഭയരാണോ? സഹോദരങ്ങളെ, നമ്മൾ ആരും നിർഭയരല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ നമുക്കൊന്നും വന്നില്ലല്ലോ. ഇതൊക്കെ ഇസ്ലാഹിയത്താണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വിശ്വാസികളോട് ഇദ്ദേഹം പറയുന്ന കാര്യമാണ്. അവിശ്വാസികൾക്കുള്ളത് വരുന്നേ ഉള്ളൂ. വിശ്വാസികളോട് ഇദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഇതൊക്കെ പ്രാർത്ഥിച്ചിരുന്നോ? പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ആപ്പുണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിരുന്ന് പ്രാർത്ഥിച്ചോളി. ഇനി പ്രാർത്ഥിക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് തീരുമാനമായിട്ടില്ലേ? ഇനിയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുക്കമുണ്ടോ? വിസ്ഡം ഗ്രൂപ്പിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വെള്ളിയാഴ്ച പള്ളിയിലെ ഖുത്ബയിൽ അദ്ദേഹം പറയാൻ. എന്നിട്ടോ
ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ എന്തെല്ലാം പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു. അവരുടെ എന്താണ് ഇപ്പോൾ ബാക്കിയായത്? ഇനി മൃതദേഹം കിട്ടി, മയ്യത്ത് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ചിലരുടെ തലയില്ലാത്ത രൂപത്തിലാണ് സഹോദരങ്ങളെ, ചിലരുടെ കാലിന്റെ ഭാഗം മാത്രമാണ്, ചിലർ തിരിച്ചറിഞ്ഞത് മോതിരമുള്ളത് കൊണ്ടാണ് ആ ബോഡിക്ക് തലയില്ല. ഈ അവസ്ഥയിൽ ആണ് ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതും. ഇതിലൊക്കെ പാഠം ഉൾക്കൊണ്ട് ഈ ന്യൂസ് ഇങ്ങനെ കാണുമ്പോൾ ബാങ്ക് കൊടുക്കുന്നു, പള്ളി പോകുന്നില്ല. വയനാട്ടിലെ ന്യൂസ് കാണുകയാണ്, ഫോണിലൂടെ ബാങ്ക് കൊടുക്കുന്നു, ഹയ്യാലസ്സലാ, നമസ്കാരത്തിലേക്ക് വരുവീൻ, ഹയ്യാലൽ ഫലാ, വിജയത്തിലേക്ക് വരുവീൻ. എനിക്ക് പനി നേരല്ല, അതൊന്നും നേരല്ല, ഇവിടെ ന്യൂസ് ബാക്കി കാണട്ടെ. സഹോദര, ആ ന്യൂസിൽ നിന്ന്, ആ ഫോണിൽ നിന്ന് യഥാർത്ഥ സന്ദേശമാണോ നമ്മൾ ഉൾക്കൊണ്ടത്? ഫോൺ അവിടെ വെക്കും, എന്നിട്ട് നേരെ പള്ളിയിലേക്ക് പോകും. ഞാൻ എൻ്റെ എല്ലാ മാന്യതയുടെയും അതിര് നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. ഇദ്ദേഹത്തിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ഇപ്പം ഈ പറഞ്ഞ ഭാഗം, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ശൗചാലയമാണെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ തലയിൽ പേറുന്നത് എന്താണ് നിങ്ങൾ ആലോചിച്ചാൽ. എന്താണ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞത്? ആ ന്യൂസ് കാണുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ലേ? മനുഷ്യരുടെ ദുരന്തത്തെ, ഇവരുടെ ഇസ്ലാമിനെ കുറിച്ചും ഇവരുടെ അള്ളാഹുവിനെ കുറിച്ചുമുള്ള ഭയം ജനിപ്പിക്കാൻ വേണ്ടി വിശ്വാസികളുടെ ഉള്ളിലേക്ക് അവതരിപ്പിക്കുന്ന ഏറ്റവും ഭീകരമായ രീതിയിൽ ആ സംഭവങ്ങളെയൊക്കെ ചിത്രീകരിക്കുകയും അത് വർണ്ണിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാവുന്ന ഭയത്തെ മുതലെടുത്ത് നിങ്ങൾ നിസ്കരിച്ചോ, പള്ളിക്ക് പോയോ, ദിക്ർ ചൊല്ലിയോ എന്ന് ചോദിക്കുകയും ചെയ്യുക. എന്നിട്ട് അവരെ കൊണ്ട് അത് ഭയത്തിൽ അധിഷ്ഠിതമായി കാര്യം ചെയ്യിപ്പിക്കുക. ഇതിനെയാണ് ഇവർ ഇസ്ലാഹിയത്ത് എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. അമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. തബാറക സൂറത്ത് 67-ാം അധ്യായം. ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് ഇസ്ലാഹിയത്ത് കഴിഞ്ഞു കേട്ടോ, വിശ്വാസികളെ പേടിപ്പിക്കൽ കഴിഞ്ഞു. ഇനി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നേരത്തെ പറഞ്ഞത് ഇത് ശിക്ഷയാണോ പരീക്ഷണമാണോ എന്നറിയില്ല. ജീവിച്ചിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് പരീക്ഷണമായിട്ട് വ്യാഖ്യാനിക്കാം. വിശ്വസിക്കാത്തവരെ സംബന്ധിച്ച് ഇത് ശിക്ഷയായിട്ട് പരിഗണിക്കണം. കാരണം എന്താ? ഇനിയുള്ളത് ദഅവത്തിന്റെ ഉദ്ദേശത്തിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. ഇദ്ദേഹം പറയുന്നത് ഇത്തരം സംഭവങ്ങളെ മുൻനിർത്തി ഖുർആനിൽ ഇത്തരം വചനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് നബി പ്രബോധനം നടത്തിയതിനെ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവാതിരുന്ന സമൂഹത്തിന് മുൻപിൽ ഖുർആൻ വചനങ്ങളിലൂടെ മുൻകഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് മുകളിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ, ഇവരുടെ തൗഹീദിനെ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ മനുഷ്യരെ അടിയോടെ നശിപ്പിച്ചതിൻ്റെ കഥകൾ, കണക്കുകൾ നിവർത്തി ഇസ്ലാമിലേക്ക് വരാൻ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ഭാഗം. ഇത് തീർത്തും അമുസ്ലിങ്ങളായ ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാത്ത ആളുകളെ ഉന്നം വെച്ചുള്ളതാണ്. ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അപ്പോൾ അത് അഥവാ ഭൂമി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആകാശത്തുള്ളവൻ ചരൽ വർഷം നിങ്ങളിലേക്ക് അയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? എന്റെ താക്കീത് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. അതേ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നാൽ ആ നാടുകളിലുള്ളവർക്ക് അവർ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെ പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ? ഈ ആയത്തുകളൊക്കെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഉറങ്ങുമ്പോൾ ശിക്ഷ വരികയോ, ആളുകൾ ഉറങ്ങുമ്പോൾ ദുരന്തം വരികയോ എന്നൊക്കെ ഒരുപക്ഷേ ആയത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തപ്പോൾ നമുക്ക് തോന്നിയേക്കാം. ആയത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാതിരിക്കുന്ന സമയത്ത് പലപ്പോഴും തോന്നുക എങ്ങനെയൊക്കെ ചെയ്യൂ അല്ലാ. പക്ഷെ ആയത്തുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് ഇസ്ലാം സ്വീകരിക്കാൻ മടിച്ചു നിന്ന സമൂഹത്തോട്, മുഹമ്മദിന്റെ പ്രവാചകത്വം അംഗീകരിക്കാത്ത ആളുകളോട് മുഹമ്മദ് പറയുന്ന ചില കഥകളാണ്. പണ്ട് ശുഹൈബിന്റെ കാലത്ത്, വേറെ പ്രവാചകന്മാരുടെ കാലത്ത്, പണ്ട് എനിക്കും മുമ്പേ അള്ളാഹിന്റെ ദീനും പറഞ്ഞു വന്ന ആളുകളെ അംഗീകരിക്കാത്ത ആളുകളെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കാത്ത ആളുകളെ അള്ളാഹു പണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്. ആകാശത്തുനിന്ന് കല്ലുമഴ പെയ്യിച്ചിട്ടുണ്ട്, ഭൂമി അപ്പാടെ മറിച്ചിട്ടിട്ടുണ്ട്, ദുരന്തങ്ങൾ പെയ്തിറങ്ങിയിട്ടുണ്ട്, കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്, പ്രളയം കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട്, വറുതി കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ്
തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ, മക്ക കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടി അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇസ്ലാം അംഗീകരിക്കാത്ത ആളുകളെ ഇസ്ലാം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണർത്താൻ വേണ്ടി, ഇസ്ലാം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവരനുഭവിക്കേണ്ടി വരുന്ന കെടുതികൾ ദൈവം അവർക്ക് മുകളിൽ ശിക്ഷയിറക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന സംഭവങ്ങളിൽ നിന്നുള്ള ഖുർആൻ വചനങ്ങൾ അവിടുന്നും ഇവിടുന്നും അടർത്തിയെടുത്ത് ഇപ്പൊ ഈ വയനാട് ദുരന്തം പോലെയുള്ള ദുരന്തങ്ങളെ, പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് ഇസ്ലാമിന് പുറത്തുള്ള സമൂഹങ്ങളെ ഇസ്ലാം സ്വീകരിക്കേണ്ടതിലേക്ക് ഭയപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ആയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്ന ആയത്തുകളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് നോക്കൂ, വിശ്വാസികൾ അത് വായിച്ചു നോക്കൂ. ഇത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടോ മതം സ്വീകരിച്ച വിശ്വാസികളുടെ ഇടയിൽ മതകാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞതിനെ കുറിച്ച് ഒന്നുമല്ല പറയുന്നത്. ഇത് മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദിനെ അംഗീകരിക്കാൻ മടിച്ചു നിന്ന മനുഷ്യരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, പായേരം പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, ഞങ്ങൾ അള്ളാഹ്ക്ക് അതിന് കഴിവുണ്ട് ഇതിന് കഴിവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ കൂടിക്കോളി എന്ന് പറയുന്ന ഖുർആൻ വചനങ്ങളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും അടർത്തിയെടുക്കുന്നതാണ്. കഴിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഇത് ശിക്ഷയാണോ പരീക്ഷണമാണോ എന്ന് നമുക്കറിയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ അവരെയും ആ നാടിനെയും തന്നെ നശിപ്പിക്കുന്നതിനെ കുറിച്ച്, ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്ന ചോദ്യത്തിന് ജീവിച്ചിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഉത്തരം എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമങ്ങൾ അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും പാഠം ഉൾക്കൊള്ളാനും ഈ സന്ദർഭത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏത് സന്ദർഭത്തിൽ? ഈ ദുരന്തമുഖത്ത് അള്ളാഹുവിനെ അംഗീകരിക്കേണ്ടതിന്റെ, ഖുർആനിനെ അംഗീകരിക്കേണ്ടതിന്റെ, ഈമാനും ഇസ്ലാമുള്ള ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആവേണ്ടുന്നതിന്റെ ആവശ്യകത നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിന് നേരെ പറയാൻ കഴിയില്ല. ഇപ്പോ നേർക്ക് നേർ പറയുന്ന ആളുകളുണ്ട്, ഇദ്ദേഹം തന്നെ ഇതൊക്കെ നേർക്ക് നേർ പറയുന്നുണ്ട്. കാരണം വിശ്വാസികൾക്ക് ഇത്തരം പരീക്ഷണങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് പറയും. ചിലർ ചോദിക്കുന്നു, എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? കുറെ ആളുകൾ മരണപ്പെട്ടല്ലോ, പ്രയാസം അനുഭവിക്കുകയാണല്ലോ എന്ന് ചിലർ ചോദിക്കുന്നു. ആ ചോദ്യം അവിടെ തന്നെ നിർത്തണമെന്നില്ലല്ലോ. എന്തിനാ അള്ളാഹു ഈ മരണം നിശ്ചയിച്ചത്? ഈ മരണം വലിയ പ്രയാസമല്ലേ? എന്തിനാ അള്ളാഹു പ്രസവം നിശ്ചയിച്ചത്? പ്രസവം വലിയ പ്രയാസമല്ലേ? എന്തിനാ അള്ളാഹു രോഗങ്ങൾ നിശ്ചയിച്ചത്? രോഗം വലിയ പ്രയാസമല്ലേ? എന്തിനാണ് ഈ തൊഴിലാളികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അത് വലിയ പ്രയാസമല്ലേ? ആ ചോദ്യം എവിടെ നിൽക്കും? എന്തിനാ അള്ളാഹു വിശപ്പ് നിശ്ചയിച്ചത്? ആ ചോദ്യം എവിടെയും നിൽക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അള്ളാഹു എന്തിനാണ് ഈ ദുരന്തങ്ങളെ സൃഷ്ടിച്ചത് എന്നിടത്ത് മാത്രം അത് നിൽക്കുന്നില്ല. എന്ന് മാത്രവുമല്ല, അതെവിടെ ചെന്ന് നിൽക്കുമെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ പോലെ ഒരു ദുരന്തം വേറെ ഇല്ല എന്നിടത്ത് എത്തി നിൽക്കും. കാരണം എന്താ? ഈ ഭൂമിയിലെ ഈ ദുരിതങ്ങൾ മനുഷ്യരനുഭവിക്കുന്ന പരീക്ഷണമായാലും ശിക്ഷയായാലും കെടുതികളായാലും വറുതികളായാലും ഈ കഷ്ടപ്പാട്, മരണം തുടങ്ങിയിട്ടുള്ള സകല സാധ്യതകളും ഇതെന്തുകൊണ്ട് അള്ളാഹ് ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ ആ ചോദ്യം എവിടെ ചെന്ന് നിൽക്കും എന്ന് ചോദിച്ചാൽ, വെറുതെ കുർസിൽ അർശിൽ കുത്തിയിരുന്ന് കുർസിൽ കാലി കയറ്റി വെച്ച് വെറുതെ മലക്കുകളുടെ പുകഴ്ത്തലും കേട്ടിരിക്കുന്നതിനിടയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നിടത്ത് ചെന്ന് നിൽക്കും. സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണല്ലോ, സ്വർഗത്തിൽ സൃഷ്ടിച്ചു ആദമിനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചിടത്ത് ചെന്ന് നിൽക്കും. ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആദമിന് തുണയില്ലാതെ പറ്റൂലല്ലോ എന്ന് തോന്നിയിടത്ത് നിൽക്കും. അങ്ങനെ തോന്നിയിടത്ത് നിന്ന് ആദമിന് തുണയ്ക്ക് വേണ്ടി പിന്നീട് ആദമിന്റെ ഭാര്യയെ ലൂരിയെടുത്ത് ഹവ്വ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു, പടച്ചു. അങ്ങനെ പടച്ചിട്ട് ഈ ആദമിനെയും ഹവ്വയെയും അവിടെ ഒരു തോട്ടത്തിൽ പാർപ്പിച്ചു. ആ തോട്ടത്തിൽ നിങ്ങൾ ആലോചിക്കണം, സ്വർഗത്തിൽ മനുഷ്യനെ പരീക്ഷിച്ചവനാണ് അള്ളാഹു. ഭൂമിയാണ് പരീക്ഷണശാല എന്നാണോ പറയണേ? എവിടെ ചെന്ന് നിൽക്കും? അള്ളാഹു എന്തിനാണ് പരീക്ഷിക്കുന്നത്, എന്തിനാണ് ശിക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നത് വിശ്വാസികൾ കണ്ണും ചെവിയും തുറന്നു കേൾക്കണം. എവിടെ ചെന്ന് നിൽക്കും? സ്വർഗത്തിൽ ചെന്ന് നിൽക്കും. ഭൂമിയിലല്ല അള്ളാഹ് പരീക്ഷിച്ചത്. ആദ്യം അള്ളാഹ് പരീക്ഷിച്ചത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ പരീക്ഷിച്ച അള്ളാഹുവിന്റെ കഴിവുകേടിൽ ചെന്ന് നിൽക്കും. അള്ളാഹു എന്ന ദുരന്തത്തിൽ ചെന്ന് നിൽക്കും. സ്വർഗത്തിൽ ആദമിനെ പടക്കുന്നു.
ആദമിനെ സ്വർഗത്തിലെ പരീക്ഷണത്തിൽ നിന്ന് പരാജയപ്പെടുത്താൻ പാകത്തിൽ പ്രേരണ നൽകുന്ന ഹവ്വയെ ആദമിന്റെ വാരിയല്ലൂരി സ്വർഗത്തിൽ വെച്ച് വീണ്ടും പടച്ചു. എന്നിട്ട് സ്വർഗത്തിൽ പരീക്ഷിക്കാൻ കനിവച്ചു എന്ന് മാത്രമല്ല, പിഴപ്പിക്കാൻ ഇബിലീസിനെയും പറഞ്ഞയച്ചു, സ്വർഗത്തിൽ അനുവദിച്ചു. ആലോചിക്കണം, അള്ളാഹ് ഭൂമിയിൽ തുടങ്ങിയ പരീക്ഷണ. ആരോടെ നിങ്ങളിത് പറയണത്? വിശ്വാസികൾ ഈ ആംഗിളിൽ ചിന്തിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. നോക്കൂ, സ്വർഗത്തിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ പുറത്താക്കിയ ഇബ്ലീസ് സ്വർഗത്തിൽ ജീവിക്കുന്ന ആദമിൻ്റെയും ഹവ്വയുടെയും അടുത്ത് അരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കനി, ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വൃക്ഷം, ഒരു ഫലം സ്വർഗത്തിൽ പ്രതിഷ്ഠിച്ച അള്ളാഹുവിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ചെന്ന് നിൽക്കും ആ ചോദ്യം. അങ്ങനെ വിലക്കപ്പെട്ട കനി സ്വർഗത്തിൽ സ്ഥാപിച്ച അള്ളാഹു, എന്നിട്ട് അള്ളാഹിനെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ പുറത്താക്കിയ ഇബ്ലീസ് വന്നിട്ട് ഹവ്വയെ കൊണ്ട് പ്രേരിപ്പിച്ച് ആദാമിനെ പിഴപ്പിച്ച് സ്വർഗത്തിലെ ആ വിലക്കപ്പെട്ട കനിയെടുത്ത് തിന്നുന്നതിൽ ചെന്ന് നിൽക്കും. എന്നിട്ട് ഈ പിഴപ്പിക്കലൊക്കെ പിഴപ്പിച്ചതാരാ? അള്ളാഹു. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണം ഇവിടെ ഭൂമിയിൽ തുടങ്ങിയതാണോ? ഭൂമിയിലേക്ക് വേണ്ടി തുടങ്ങിയതാണോ? അല്ല, അള്ളാഹു സ്വർഗത്തിലും പരീക്ഷിച്ചു. നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളെ കഥയിലുള്ളതല്ലേ. ഈ കഥയുടെ ലോജിക്ക് ഒന്ന് ഉസ്താദിനോട് ചോദിച്ചിട്ട് ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് വിശ്വാസികളൊന്ന് എനിക്ക് വന്ന് പറഞ്ഞു തരൂ. എന്നിട്ട് ഇത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു. സ്വർഗത്തിലിരിക്കെ പശ്ചാത്തപിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഇനി എന്തായാലും ഇത്രക്കായ സ്ഥിതിക്ക് ഇജ്ജ് ചെല്ല്, അണക്ക് ഞാനവിടെ വിഭവങ്ങൾ, ഒരു കാലാവധി നിശ്ചയിച്ച വിഭവങ്ങളും പരീക്ഷണങ്ങളും ദുരിതങ്ങളും പിഴപ്പിക്കാൻ ഇബ്ലീസും ഒരുക്കി വെച്ചിട്ടുണ്ട്. അണക്ക് ഞാൻ എന്ത് ചെയ്യാം? സന്മാർഗം ഇങ്ങനെ എൻ്റെ സന്തതികൾക്ക് ഇറക്കി തന്നുകൊണ്ടിരിക്കും. പിഴപ്പിക്കാൻ ഇബ്ലീസ് ഇങ്ങനെ പെറ്റുപെരുകി കൊണ്ട് നടക്കും. അതിനിടയിൽ ദുരന്തങ്ങളും പരീക്ഷണങ്ങളും അറുതികളും കെടുതികളുമായിട്ട് മനുഷ്യരെ ഇങ്ങനെ ജീവിക്കാൻ വിട്ട അള്ളാഹുവിൽ ചെന്ന് നിൽക്കും. അള്ളാഹുവിന് ഇത് എന്തിൻ്റെ കേടായിരുന്നു? അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അള്ളാഹു ആരാണ്? എവിടെ ചെന്ന് നിൽക്കുന്നല്ലേ ചോദിക്കുന്നേ? ഇവിടെ ചെന്ന് നിൽക്കും ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? സലീം CP എന്ന് പറയുന്ന വഹാബി പണ്ഡിതന് ഉത്തരമുണ്ടോ? അദ്ദേഹം വളർത്തി പരിപാലിച്ച് ഇതേ ആശയവും ഇതേ എന്താ പറയാ രീതിയിലുള്ള ശൈലിയും ഒക്കെ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ ഉണ്ടോ? മറുപടി പറയാൻ ഒന്ന് കേൾക്കട്ടെ. എവിടെ ചെന്ന് നിൽക്കുമെന്നാണ്? അള്ളാഹു എന്ന ദുരന്തത്തിൽ ചെന്ന് നിൽക്കും. മറിച്ച് സത്യവിശ്വാസിക്ക് അതിന് കൃത്യവും വ്യക്തവുമായ ഉത്തരമുണ്ട്. വിശുദ്ധ ഖുർആനിൽ 32-ാം അധ്യായത്തിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഏറ്റവും വലിയ ആ ശിക്ഷ കൂടാതെ, അഥവാ നരകശിക്ഷ, തടുക്കാനാകാത്ത ശിക്ഷ, ആ ശിക്ഷ കൂടാതെ ഐഹികമായ ചെറിയ തരം ശിക്ഷകളും നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ്. റബ്ബ് പറഞ്ഞ കാര്യമാണ് അവന്റെ കലാമിൽ. ഏറ്റവും വലിയ ശിക്ഷക്ക് മുമ്പ് ചില ടെസ്റ്റ് ഡോസുകൾ അവരെ നാം ആസ്വദിപ്പിക്കും. ഖുർആൻ സത്യമാണ്, റബ്ബിന്റെ കലാം സത്യമാണ്. ഈ പറഞ്ഞ കലാമിൽ പറഞ്ഞു എന്ന് പറയുന്ന ഈ സാധനങ്ങളൊക്കെ വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ച്, അവർക്ക് വരാനിരിക്കുന്ന വിശ്വാസികൾക്കുള്ള സൗകര്യങ്ങളെക്കുറിച്ചും സുഖങ്ങളെക്കുറിച്ചും സ്വർഗത്തിന്റെ വർണ്ണനകളൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ശാശ്വതമായ നരകത്തെക്കുറിച്ച് താക്കീത് നൽകുകയാണ്. ആരോടാ താക്കീത്? അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇസ്ലാഹിയത്ത് എന്നും ദഅവത്ത് എന്നും രണ്ടാക്കി തിരിച്ചത്. ഈ പറയുന്ന ഖുർആൻ വചനങ്ങൾ അത്രയും മുഹമ്മദിന്റെ ആ കാലത്തെ ഈ ഖുർആൻ വചനത്തിന്റെ സംബോധിതർ എന്ന് പറയുന്നത് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറാവാത്ത മനുഷ്യ സമൂഹമായിരുന്നു. അവരെ ഭയപ്പെടുത്തുകയാണ്. എന്നിട്ട് വരാനിരിക്കുന്നത് മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാശ്വതമായ നരകമായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും അതിനു പുറമേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ തന്നെ കിട്ടും എന്ന് ഭീഷണിപ്പെടുത്തുക. എന്തിനാണത്? ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങിയേക്കാമല്ലോ. അവരുടെ ധിക്കാരത്തിൽ നിന്ന്, തെറ്റുകളിൽ നിന്നും, കുറ്റങ്ങളിൽ നിന്ന് ചിന്തിച്ച് മടങ്ങിയേക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ചെറിയ ശിക്ഷ ആസ്വദിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്.
എന്തിലേക്ക് മടങ്ങുക? ശാശ്വതമായ നരകശിക്ഷയിൽ ലഭിക്കാതിരിക്കാൻ, വരാതിരിക്കാൻ എന്തിലേക്ക് മടങ്ങണം? ഈ ദുരന്തങ്ങളൊക്കെ കണ്ടു പേടിച്ചിട്ട് എന്തിലേക്ക് മടങ്ങണം? ഇസ്ലാമിലേക്ക് മടങ്ങണം. ഷഹാദത്ത് കലിമ ചൊല്ലണം, മുസ്ലിമാവണം. അല്ലേ? അതല്ലേ ഖുർആന വചനത്തിന്റെ ഉദ്ദേശം? അല്ലെങ്കിൽ പറയൂ, ഈ ദുരന്തത്തെ മുൻനിർത്തി നിങ്ങൾ ദഅവത്തിന് തെളിവുണ്ടാക്കുകയാണ്. അപകടം പറ്റി കൈയും കാലുമൊക്കെ പൊട്ടി തന്റെ മാംസള ഭാഗങ്ങളെല്ലാം ആക്സിഡന്റിൽ തെറിച്ചു പോയതിനു ശേഷം സർജറിയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇന്ന് നമ്മുടേതല്ലാത്ത മറ്റൊരു ജില്ലയിൽ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആ ആക്സിഡന്റ് ആണ് എന്നെ മാറ്റിയത്. എനിക്ക് റബ്ബിനെ കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നില്ല, ദീനിനെ കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നില്ല. അദ്ദേഹം വരുന്ന പള്ളിയിൽ ചോദിച്ചു വാങ്ങി ഞാൻ ബാങ്ക് കൊടുക്കും, സുബഹിയുടെ ബാങ്ക് ഞാൻ കൊടുക്കും, അള്ളാഹുവാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ആക്സിഡന്റ് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തോന്നിവാസ ജീവിതത്തിലൂടെ നരകമാകുന്ന മഹാ അപകടത്തിലേക്ക് എത്തും മുമ്പ് ഒരു ടെസ്റ്റ് ഡോസ് അള്ളാഹു കൊടുത്തു. അതിലൂടെ അദ്ദേഹം മടങ്ങാത്ത നന്ദി കെട്ടവരും ഉണ്ട് എന്നത് മറക്കുന്നില്ല. അപ്പൊ ഇദ്ദേഹം ഒരു ഉദാഹരണം പറയാം, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ. ദീനിലൊന്നും അത്ര ശ്രദ്ധ ഇല്ലാതെ ഇരുന്ന ഒരാള് ഒരു ആക്സിഡന്റ് പറ്റി, പറ്റി, അപകടം പറ്റി, കൈകാലുകളൊക്കെ വലിയ രീതിയിൽ അപകടം പറ്റി. അവസാനം അദ്ദേഹത്തിന് ജീവിതം തിരിച്ചു കിട്ടിയപ്പോൾ അയാൾക്ക് ഈമാൻ കൂടി, തിരിച്ചറിവുണ്ടായി. അങ്ങനെ ഒരു ദുരന്തം നിങ്ങൾക്ക് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ? വയനാട്ടിലെ ദുരന്തം നിങ്ങൾക്ക് പാഠമാകേണ്ടതല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഓരോന്നിന്റെയും നടപടിക്രമങ്ങൾ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് കൃത്യമായ ഉത്തരമുണ്ട്. ഒരു പിതാവ് മകളെ ശക്തമായി അടിക്കുന്നു, ശിക്ഷിക്കുന്നു. എന്തേ? അവൻ മയക്കുമരുന്നിലേക്ക് പോയ വിവരം കേട്ട ആ ദിവസമാണ് അടി കൊണ്ടത്. ഒരുപക്ഷെ ആ ഒരൊറ്റ ചിന്തയിൽ നിന്ന് ഒരിക്കലും എന്നെ അടിക്കാത്ത, എന്നെ ശിക്ഷിക്കാത്ത പിതാവ് എന്തിനാണ് ഇന്ന് ശിക്ഷിച്ചത് എന്ന് ആ മകൻ ചിന്തിച്ചാൽ ഒരുപക്ഷെ അവൻ വലിയ അപകടമാകുന്ന മയക്കുമരുന്നിൽ നിന്ന്, മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു ചെറിയ ശിക്ഷ കാരണമായേക്കാം. അള്ളാഹുവിനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുന്നത് ഇതുപോലെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായ പിതാവിനോടല്ല. സ്വർഗത്തിലേക്ക് ആദമിനെയും ഹവ്വയെയും പടച്ചതിന് ശേഷം അവിടെ പിഴച്ച കനി കൊണ്ടുപോയി നട്ടുവെച്ച അള്ളാഹുവിനോടാണ്. അതായത് സ്വന്തം സൃഷ്ടിയെ ശിക്ഷിക്കാനാവുന്ന തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നിർബന്ധിതമായി കൊണ്ടെത്തിച്ച് അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയ ഒരു പിതാവിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി ദുരന്തങ്ങൾ കൊടുത്തിട്ടാണ്. അപ്പൊ നമ്മളൊക്കെ മക്കൾ വളർത്തുന്നത് അവരെ അടിച്ചും അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി അവർക്ക് മേൽ ദുരിതങ്ങൾ കൊടുത്ത് അവരെ കഷ്ടപ്പെടുത്തി എന്നിട്ട് അവരതിൽ ക്ഷമിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ നിങ്ങളോടുള്ള കൂറും വിശ്വാസവും സ്നേഹവും ഒക്കെ അളക്കുന്നത്? ആണോ? കുട്ടികൾ ഏതെങ്കിലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയാൽ അവരെ വടിയും പത്തലും എടുത്ത് തല്ലി മൂലക്കിട്ട് കയ്യും കാലും ഓടിച്ചിട്ടാണോ ശിക്ഷണം നടത്തുന്നത്? എന്ത് ഉപമയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുന്നത്? ഈ വിധമാണോ? ഒരു തെറ്റ് കണ്ടാൽ, ഒരു പിഴവ് കണ്ടാൽ മുണ്ടം പടിയെടുത്ത് തലമണ്ടക്ക് തല്ലിയിട്ടാണോ കുട്ടികൾക്ക് ശിക്ഷണം പറഞ്ഞു കൊടുക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ മാത്രം കുട്ടികൾ ഒരു പക്ഷേ നന്നായേക്കാം എന്നാണ് നിങ്ങൾക്ക് അപ്പോഴും ഉറപ്പുണ്ടോ? ഏത് കാലഘട്ടത്തിലെ കാര്യമാണ് സംസാരിക്കുന്നത്? ഇതിനോട് പോലും അള്ളാഹുവിനെ ഉപമിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആദമിന്റെയും ഹവ്വയുടെയും ഇബ്ലീസിന്റെയും ആ വിലക്കപ്പെട്ട കനിയുടെയും കാര്യത്തിൽ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. മരണപ്പെട്ടു പോയവർ അവരുടേത് കഴിഞ്ഞു. അവർ ഈ ദുരന്തമൊന്നും അനുഭവിക്കുന്നില്ല. അവർ അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവരെ പറ്റി പറയുമ്പോൾ അവർ സത്യവിശ്വാസികളാണോ? അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വസിക്കുകയും പ്രവാചകനെ വിശ്വസിക്കുകയും മലക്കുകളിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കും, അങ്ങനെ ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ആ കാര്യങ്ങളിലെല്ലാം അവർ വിശ്വസിച്ചിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ ദുരന്തമാണ് കേട്ടതെങ്കിൽ, നമ്മൾ ടെറസ് വീട്ടിൽ അവരുടെ ശരീരത്തിലേക്ക് വീണതാണ് കേട്ടതെങ്കിൽ, ഒരു വീടിന്മേലേക്ക് മറ്റൊരു വീട് വീണതാണ് നമ്മൾ കേട്ടതെങ്കിൽ, അതല്ല അവർ അനുഭവിച്ചത്. അവർ സത്യവിശ്വാസികളാണോ? എങ്കിൽ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ സന്തോഷ വാർത്തയുമായി അവരുടെ അടുത്ത് വന്ന സന്ദർഭമായിരുന്നു അവർ മരിക്കുന്ന ആ രംഗം. പിന്നീട് അവിടെ ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് അള്ളാഹു നിശ്ചയിച്ച സ്വർഗത്തിന്റെ വാസനകൾ, ആ സ്വർഗത്തിലേക്കുള്ള അനുഭവങ്ങൾ നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബർസഖി ജീവിതം സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക.
അതെ. അപ്പൊ ജീവിച്ചിരിക്കുന്നവരിൽ ദുരന്തത്തിൽ നിന്ന് ബാക്കിയായവരിൽ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ഇസ്ലാഹിയത്തും ദഅവത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ മറ്റൊരു അഭിപ്രായം, ഇസ്ലാമികമായ കാഴ്ചപ്പാട് പറയാണ്. മരണപ്പെട്ടു പോയല്ലോ കുറെ മനുഷ്യർ. മരണപ്പെട്ടു പോയ മനുഷ്യരിൽ അവരല്ലാഹുവിൽ വിശ്വസിക്കുകയും ഈമാൻ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ഇസ്ലാം കാര്യങ്ങൾ അനുസരിച്ച് മുസ്ലിമായി ജീവിക്കുകയും ചെയ്തിരുന്നവരാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ദുരന്തമൊന്നുമല്ല അവരനുഭവിച്ചിട്ടുള്ളത്. പകരം അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ചിത്രം കാണിച്ച് മലക്കുകൾ ബർസഖിയായ ജീവിതത്തിൽ അവർ അനുഭവിക്കാൻ പോകുന്ന സുഖ സൗകര്യങ്ങളുടെ പരിമളം അവർക്ക് കിട്ടിക്കൊണ്ട് അവർ സന്തോഷരായിട്ടാണ് മരിച്ചത്. ആര്? മുസ്ലിങ്ങൾ. അപ്പൊ അമുസ്ലിങ്ങളോ? കുട്ടികളോ? മുസ്ലിങ്ങളുടെ കുട്ടികളും അമുസ്ലിങ്ങളുടെ കുട്ടികളോ? ഗർഭിണികളായ സ്ത്രീകളോ? ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ മനുഷ്യർ അവരെ ജാതി തിരിച്ച് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന തരം വികടത്തരങ്ങൾ പറയുന്ന വഹാബികളെ എങ്ങനെയാണ് നിങ്ങളെ മനുഷ്യർ എന്ന് വിളിക്കാൻ പറ്റുക? എങ്ങനെ വിളിക്കാൻ പറ്റും? നിങ്ങളുടെ മതപുസ്തകത്തിൽ ഇതുപോലെയുള്ള വൃത്തികേടുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ദുരന്തമുഖത്ത് മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് മരണപ്പെട്ടു പോയ മനുഷ്യരുടെ ബന്ധുക്കൾ നോക്കി നിൽക്കെ അവർ വിശ്വസിച്ചവരാണോ ഒരു സ്വർഗത്തേക്ക് പോകും എന്ന് പറയാൻ ഉളുപ്പില്ലാത്ത ജന്മങ്ങളായിട്ട് ഈ മതം നിങ്ങളെ വളർത്തി. ഈ ആശയം പേറുന്ന മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ ഗതി എന്തായിരിക്കുമെന്നും അവർ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്നും കാലം തെളിയിക്കും. നിങ്ങളുടെ ഇതേ ആശയം പേറുന്നവർ. മക്കൾ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ മക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങളൊക്കെ അധ്യാപനമാണല്ലോ നടത്തുന്നത്, ദഅവത്ത് ആണല്ലോ നടത്തുന്നത്. ഇതെന്ത് സംസ്കാരമാണ്, എന്ത് മാന്യതയാണ്, എന്ത് അന്തസ്സാണ് നിങ്ങൾക്കുള്ളത്, എന്ത് മനുഷ്യത്വമാണ് നിങ്ങൾക്കുള്ളത്, എന്ത് മനുഷ്യപ്പറ്റാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് എന്ത് ഔചിത്യമാണുള്ളത്? ചില ആൾക്കാർ പറയുന്ന കേട്ടു, ദുരന്തത്തിൽ മരിച്ച ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ സ്വർഗത്ത്, ഓലൊക്കെ ശുദ്ധരായ ഫിത്രത്തിലാണോ? വൃത്തികേട് പറയുക. മുസ്ലിങ്ങളുടെ കുട്ടികളിൽ മാത്രമേ ആ പരിഗണനയുള്ളൂ. കാഫിറിന്റെ കുട്ടി അവനും അവരിൽപ്പെട്ടവനാണ് എന്നാണ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് ഒരാളെ കൊല്ലാൻ വേണ്ടി പിടിച്ച സമയത്ത് അയാളോട് മുഹമ്മദിന്റെ കാല് പിടിച്ച് അയാൾ പറയുന്നു, മുഹമ്മദേ, എൻ്റെ കുട്ടികൾക്കാരുള്ളത് ചെറിയ കുട്ടികളാണ്, അവർക്ക് നരകമാണ് എന്ന് പറഞ്ഞ മുഹമ്മദിന്റെ അനുയായികളാണ് സുഹൃത്തുക്കളെ ഇവര്. എന്നിട്ട് ഇവര് നമുക്ക് മാനവികതയും ധാർമ്മികതയും ഔചിത്യബോധവും ഒക്കെ പഠിപ്പിച്ചു തരാൻ വരിക. ദുരന്തമുഖത്ത് അള്ളാഹു എവിടെയെന്ന് ചോദിക്കുന്നു എന്ന് ഇവർ നിലവിളിക്കുകയാണ്. ഇവർ ദുരന്തത്തെ ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത് നിങ്ങൾ കാണും. ഇതിനെ നമുക്ക് പൈശാചികം എന്ന് പറയാൻ പറ്റുമോ? പിശാചി എന്ന് പറയാൻ പറ്റുമോ? ഈ ചിന്തയെ പറ്റുമോ? മൃഗീയം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ മരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞു. നമുക്കാണ് പരീക്ഷണം. കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണ് പരീക്ഷണം. എങ്കിൽ സഹോദരങ്ങളെ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഈ മരിക്കാത്ത ജനങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്താണ്? ഇപ്പം ഹിന്ദു മുസ്ലിം ഒക്കെ വേർതിരിഞ്ഞല്ലേ? ക്രിസ്ത്യൻ മരിച്ചവരിൽ മുസ്ലിം ആയിട്ടാണോ മരിച്ച സ്വർഗത്തേക്ക് പോയി. ജീവിച്ചിരിക്കുന്നവരിൽ മുസ്ലിം ആവാത്തവരാണോ മുസ്ലിം ആയിക്കോളി. മുസ്ലിമാണോ നിങ്ങൾ ഇസ്ലാഹിയത്ത് തൗഹീദ് ഉറപ്പിച്ചിരുന്നോളി, മുറുകെ പിടിച്ചോളി, പ്രാർത്ഥിച്ചോളി. പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ നിങ്ങൾക്ക് രാവും പകലും പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ വിസ്ഡം ഗ്രൂപ്പ് ഇറക്കിയിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തോളി. ഇനി കാരുണ്യ പ്രവർത്തനം എന്താ? വലിയ കാരുണ്യ പ്രവർത്തനം, ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്താ? കാരുണ്യ പ്രവർത്തന രംഗത്ത് യുക്തിവാദികൾ ആരും ഇല്ല എന്ന് നുണ പറയുന്നവർ, വിശ്വാസികളുടെ ഇടയിൽ മതത്തിനെതിരെ സംസാരിക്കുന്ന മനുഷ്യരോട് വെറുപ്പുളവാക്കാൻ വേണ്ടി കള്ളം പറയുന്നവർ, ഇവർ കാരുണ്യ പ്രവർത്തനം നടത്തുന്നതിന്റെ ലോജിക്ക് എന്താണ് എന്നിവിടെ വിശദീകരിക്കുകയാണ്. കേട്ടോളി.
ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. അതെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെ. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനമാണ്. അതെന്ത് കുന്തമാണ്? ദുരന്തമുഖത്ത് മനുഷ്യരെ സഹായിക്കലല്ല ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്നതാണ് ഇവരുടെ വാദം. അതൊക്കെ കാരുണ്യ പ്രവർത്തനം തന്നെയാണ്. ഭക്ഷണം കൊടുക്കലും വസ്ത്രം കൊടുക്കലും അവർക്ക് പുനരധിവസിപ്പിക്കലും ഒക്കെ കാരുണ്യ പ്രവർത്തനം തന്നെയാണ്. പക്ഷെ എന്നാലും അതിനേക്കാളൊക്കെ വലിയ കാരുണ്യ പ്രവർത്തനം, അതെന്താ കാരുണ്യ പ്രവർത്തനം? ഇതിനേക്കാൾ വലിയ കാരുണ്യ പ്രവർത്തനമുണ്ട് എങ്കിൽ ആ കാരുണ്യ പ്രവർത്തനം ലക്ഷ്യമാക്കിയല്ല നിങ്ങൾ ഈ ചെറിയ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് എന്ന് എങ്ങനെയാണ് ഉറപ്പിച്ച് പറയാൻ പറ്റുക? നിങ്ങളുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദ്ദേശശുദ്ധി, വിസ്ഡം ഗ്രൂപ്പ് പിരിച്ചുണ്ടാക്കുന്ന ഫണ്ടിന്റെ ലക്ഷ്യം അവർ യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനത്തിനുള്ള സജ്ജീകരണമല്ലേ? അല്ല എന്നെങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റുക? ദുരന്ത ഭൂമിയിൽ മനുഷ്യർക്ക് കിട്ടേണ്ടുന്ന ഭൗതികമായ സഹായമല്ല അവർക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്ന് വിളിച്ചു പറയുന്നവർ, അവർ ഉണ്ടാക്കുന്ന കാരുണ്യ സംവിധാനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കും ജനങ്ങൾ. അതിന് നിങ്ങൾ പോഡ്കാസ്റ്റ് നടത്തിയിട്ട് ഇല്ലാ കഥകൾ പറഞ്ഞ കാര്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ നിത്യമായ തീയിലേക്ക് രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ രംഗങ്ങൾ കബറിൽ വെച്ച് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ക്രൂര സ്വഭാവമുള്ള മലക്കുകളുടെ പിടുത്തത്തോടുകൂടി ശക്തമായ വേദനയോടുകൂടി വേദനയുടെ ലോകത്തേക്ക് പോകുന്ന ആ മരണം വരാതിരിക്കാൻ നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം, ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അവരിപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പൊ ഈ ഷഹാദത്ത് കലിമ കിട്ടിയവരാണ് മരിച്ചതെങ്കിൽ അവർ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പണം പിരിച്ച് നമ്മൾ നടത്തുന്ന വലിയ കാരുണ്യ പ്രവർത്തനം എന്താ? ഷഹാദത്ത് കലിമ ചൊല്ലിപ്പിക്കാനുള്ള വഴിയുണ്ടോ നോക്കലാണ്. ഈ സാമൂഹ്യ ദുരന്തങ്ങളെ, ദുരന്തമുഖത്ത് മതം വിൽക്കാൻ ഇറങ്ങുന്ന ഈ സാമൂഹ്യ ദുരന്തങ്ങളെ മുസ്ലിം സമൂഹം, അതിനകത്ത് മാനവികത ഉള്ള ആളുകൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വേണം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം അവിടെ സ്കൂളും പിന്നെ പുസ്തകവും ഭക്ഷണവും മരുന്നും വെള്ളവും വീടും കിടപ്പാടോ ഒന്നും അല്ല. പിന്നെയോ പ്രവാചകന്മാർ നടത്തിയ കാരുണ്യ പ്രവർത്തനം എന്താ? അത് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ ചൊല്ലുക എന്ന കാരുണ്യ പ്രവർത്തനം. ഈ കാരുണ്യ പ്രവർത്തനമാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്ന് വിശ്വസിക്കുകയും വയറു പറയുകയും ഒരു ഉളുപ്പുമില്ലാതെ പരസ്യമായിട്ട് വീഡിയോ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അവർ പിരിച്ചുണ്ടാക്കുന്ന ഫണ്ട്, അതിൽ നിന്ന് കൊടുക്കുന്ന ചെറിയ ചെറിയ സാമൂഹ്യ സേവനങ്ങൾ ഇതര മതസ്ഥർക്ക് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണല്ലോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം അമുസ്ലിങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കുറച്ച് ഭക്ഷണപ്പൊതിയും പുസ്തകവും മാത്രം കൊടുത്തിട്ട് അവരെ ഭൗതികമായി സഹായിച്ച് മാറിപ്പോരുക എന്ന ഉദ്ദേശമുണ്ടോ നിങ്ങൾക്ക്? അതോ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമായ ഷഹാദത്ത് കലിമ കൂടി അവർക്ക് കൊടുത്തിട്ട് അവരെ ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കുക, മീൻസ് നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് നിങ്ങളുടെ സ്ഥാപനവും നിങ്ങളുടെ സംഘടനയും അവരുടെ പ്രവർത്തന ലക്ഷ്യമായിട്ട് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇത്തരം ആളുകളെ തിരിച്ചറിയണം. ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, തിരിച്ചറിയണം. അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിലുണ്ടോ, അവർ രക്ഷപ്പെട്ടു എന്നതാണ്. അതുകൊണ്ട് മരിച്ചിട്ടില്ലാത്ത ആളുകൾ എന്തായാലും ഇനിയെങ്കിലും ഇവരുടെ ശരിയായ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഇരകളാകാൻ തയ്യാറാവണം എന്നാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. ഈ മുജാഹിദ് സംഘത്തിന്റെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ചൂടറിഞ്ഞവർ
നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. മുസ്ലിമായ മനുഷ്യന്റെ ജീവിതം ദുരിതമാക്കുന്നവർ, ജീവിക്കാൻ സമ്മതിക്കാത്തവർ, പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇസ്ലാമിന്റെ മഹത്വം പറഞ്ഞു വയലു പറഞ്ഞ് നടക്കുന്നവർ, സമ്പത്തിന് വേണ്ടി മനുഷ്യരെ കുരുതി കൊടുക്കുന്നവർ, കൊല്ലാക്കൊല ചെയ്യുന്നവർ, ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ മുച്ചൂടും തോണ്ടി മാന്തിയിട്ടും ദാഹം മാറാതെ സാമ്പത്തികമായ ചൂഷണത്തിന് വേണ്ടി രാജ്യത്തിന്റെ നിയമങ്ങൾ കൂട്ടുപിടിക്കുകയും, മീൻസ് രാജ്യത്തിന്റെ നിയമങ്ങൾ ചൂഷണ നിയമങ്ങളാണെന്നല്ല, അതിന്റെ ലൂപ്പ് ഹോളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി ഇസ്ലാമിക നിയമങ്ങൾ കാറ്റിൽ പറത്തിയിട്ട് രാവും പകലും ദഅവത്ത് പ്രസംഗിച്ച് നടക്കുന്ന മഹാന്മാരായിട്ടുള്ള KNMന്റെ നേതാക്കന്മാരെ നമുക്കറിയാം. അപ്പൊ ഇവർ പറയും ഞങ്ങൾ KNM അല്ല, ഞങ്ങൾ വിസ്ഡം ഗ്രൂപ്പാണെന്ന്. നിങ്ങൾ KNMും വിസ്ഡൊക്കെ ആവാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവരുടെ കാരുണ്യ പ്രവർത്തനം പൊതുജനം കരുതിയിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇവർക്കും ഈ വിസ്ഡം ഗ്രൂപ്പുകാർക്കും നമ്മുടെ UA കുട്ടികൾക്കൊക്കെ പ്രത്യേകമായിട്ട് നമ്മളോട് ഹാലിളകി വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അബ്ദുള്ള ബാസിലിനും ഹിലാൽ CPക്കും ഒക്കെ നമ്മളോട് മറുപടി പറയുമ്പോൾ ചോര തിളക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ ഇവർ പ്രസംഗത്തിൽ ഒളിപ്പിക്കുന്ന കുതന്ത്രങ്ങളെ ഇഴകീറി പൊളിച്ച് സമൂഹത്തിന് മുന്നിൽ വെക്കുന്നു എന്നതുകൊണ്ടാണ്. ഇവരുടെ കാപട്യങ്ങൾ പൊതുജനം തിരിച്ചറിയുന്നു എന്നതുകൊണ്ടാണ്. ഇവരുടെ മഹാകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഇവർ ഒരുക്കുന്ന മണ്ണിനെ കുറിച്ച് നമ്മൾ ഈ സമൂഹത്തിന് സൂചന കൊടുക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സകല CPമാരും നമുക്കെതിരെ വാളെടുക്കുന്നതും ഉറഞ്ഞു തുള്ളുന്നതും. അതുകൊണ്ട് ഇത് നിൽക്കുവോ? അതുകൊണ്ട് ഇതൊരു ദഅവ പ്രവർത്തകനാണ്, ഇതൊരു ദഅവക്കാരനാണ്. ഇതുപോലെയുള്ള അനേകം ദഅവ പ്രവർത്തകരെ ദഅവ ദുരന്തങ്ങൾ എന്ന ഈ സീരീസിൽ നമ്മൾ ഈ വയനാട് ദുരന്തത്തെ മുൻനിർത്തിയിട്ട് പറഞ്ഞ വിഷം തുപ്പുന്ന വാക്കുകൾ നമ്മളിവിടെ പരിശോധിക്കും. ഇവരെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ മുസ്ലിം സമൂഹം തന്നെ ഇവരെ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ദുരന്തമുഖത്ത് ഇങ്ങനെയാണോ സംസാരിക്കുക? മറ്റേ സിനിമയിലെ മാമുക്കോയുടെ ഡയലോഗാണ്. ഒരാൾ അപകടം പറ്റി ആശുപത്രി കിടക്കുമ്പോഴല്ല ഇത്തരം വർത്താനം പറയുക എന്ന് ഇവരുടെ മുഖത്ത് നോക്കി പറയാൻ ആളില്ലാത്ത പോയി എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഇവരുടെ കാരുണ്യ പ്രവർത്തനമൊക്കെ നമുക്കറിയാം എന്ന് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം പറയുന്നത്. ബാക്കി കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള ദഅവ ദുരന്തങ്ങളെ തുറന്നു കാണിക്കുന്നത് നമ്മൾ തുടരും. അതിനിടയിൽ അൺമാസ്കിംഗ് നവതാഴി പരമ്പരയിൽ വീഡിയോകൾ ചെയ്യാനുണ്ട്. അതേപോലെ അവിടെയുള്ള പുതിയ താരോദയങ്ങളെ നമ്മൾ പരിചയപ്പെടാനുണ്ട്. കുറേ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും നിങ്ങളുടെ മുമ്പിലെത്തും. നമുക്ക് അവരെ പോലെ വലിയ ടീമില്ല, ഒറ്റക്കൊരു മുറിയിലിരുന്ന് ചെയ്യുന്നതാണ്, ഇതിന് പരിമിതി ഉണ്ടാകും. അതുകൊണ്ട് കാലതാമസവും ഇതിനിടയിൽ വരുന്ന ചെറിയ തടസ്സങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കും. അപ്പം എന്തായാലും ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം.